ടു മൈ ചാനൽ. സോ ഞാനിന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം ഞാനിന്നൊരു കഫേ വിസിറ്റിന് പോവുകയാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ മുടി ഒന്ന് കൊണ്ടുപോയി മാറ്റണം. ബിക്കോസ് എനിക്ക് മുടി കെട്ടാൻ അറിയത്തില്ല, സെറ്റ് ചെയ്യാനും അറിഞ്ഞുകൂടാ. അപ്പോൾ അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിക്കാമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ലെറ്റ്സ് സീ ഹൗ ദിസ് ടേൺസ് ഔട്ട്. അപ്പോൾ ഞാൻ പോയി റെഡി ആയിട്ട് വരാം. ഓക്കെ, സോ ഐ എം റെഡി. അപ്പം ഇനി നമുക്ക് ഹെയർ സെറ്റ് ചെയ്യാൻ പോകണം. ഹെയർ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കും വലിയ പിടുത്തമൊന്നുമില്ല. ഞാൻ 2 ഫോട്ടോ ഇങ്ങനെ റെഫറൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് എന്താവുമെന്ന് നോക്കാം. ഓക്കെ, എൻ്റെ ലുക്കിനെ പറ്റി എന്താണ് നിൻ്റെ അഭിപ്രായം? ഓക്കെ, അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇത്രയും. എന്തോ എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറേ നാൾ ഇത് ഒന്ന് വാഷ് ചെയ്യുന്നവരേ ഉള്ളൂ, ബട്ട് സ്റ്റിൽ ഐ ലൈക്ക് ദിസ്. നമുക്കിനി നമ്മുടെ കഫേയിലേക്ക് പോവാം. സോ എക്സൈറ്റഡ്. സച്ച് എ ബ്യൂട്ടിഫുൾ കഫേ ആക്ച്വലി. നമുക്ക് ഇവിടുത്തെ ആംബിയൻസ് ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. കുറച്ചും കൂടി കഴിയുമ്പോൾ പുറത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ ഒരു ഈവനിങ് ഒരു 4-5 ആ ഒരു ടൈമിലാണ് അവർ നമുക്കിപ്പോൾ ഫിഷ് അൽഫാം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൂടുതലും ഈ ചിക്കൻ അൽഫാം അങ്ങനത്തെ സാധനങ്ങളെ കഴിച്ചിട്ടുള്ളൂ. ലൈഫിൽ ഇതുവരെ ഞാൻ ഫിഷ് അൽഫാം കഴിച്ചിട്ടില്ല. സോ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. സോ ഇതാണ് പേർഷ്യൻ കഫേ സ്പെഷ്യൽ ഫിഷ് അൽഫാം. ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇത് കഴിച്ചാൽ മാത്രമേ മനസ്സിലാവൂ. അത്രയും ഫ്രഷ് ആയിട്ടുള്ള ഫിഷിൽ വളരെ ഫ്ലേവർഫുൾ മസാലാസും കൂടി വരുമ്പോൾ ഇറ്റ്സ് എ മസ്റ്റ് ട്രൈ ഐറ്റം. സെക്കൻഡ് ഞങ്ങൾ ട്രൈ ചെയ്തത് ഇവിടുത്തെ ചിക്കൻ കിഴി പൊറോട്ടയാണ്. അത് മാത്രമല്ല, ഈ വാഴയിലയിൽ പൊതിഞ്ഞ് വെക്കുന്ന എല്ലാ ഫുഡിനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ കിഴി അങ്ങോട്ട് തുറക്കുമ്പോൾ വരുന്ന ഒരു ടെംപ്റ്റിംഗ് അരോമയുണ്ട്, അത് അടിപൊളിയാണ്. ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിക്കും ഒരു കംഫർട്ട് ഫുഡാണ്. ദെൻ കംസ് അവർ തേർഡ് ഡിഷ്, ദാറ്റ് ഇസ് റോയൽ ഫലൂദ. ഡെസേർട്ട് അല്ലെങ്കിൽ മധുരം എന്നൊക്കെ എഴുതി കാണിച്ചാൽ അവിടെ കമന്ന് വീഴുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മധുരം. ഇത് കഴിച്ചപ്പോഴാണെങ്കിലും ഇതിൻ്റെ ടോപ്പ് ലെയറിലുള്ള ഐസ്ക്രീമിൻ്റെ ഫ്ലേവർ ഏതാണെന്ന് എനിക്കിപ്പോഴും പിടികിട്ടിയിട്ടില്ല. ഭയങ്കര ട്രിക്കിയാണ്. ആൻഡ് അത് അവരുടെ സ്പെഷ്യൽ സീക്രട്ടായിട്ട് അവർ വെച്ചിരിക്കുകയാണ്. സോ ഹിയർ ഈസ് ദ ബിൽ. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഒരു കഫേ ഡേ വാസ് സോ ഗുഡ്. ഇത് വർക്കല പാലച്ചിറയുള്ള പേർഷ്യൻ കഫേയാണ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അവിടുത്തെ ആംബിയൻസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. സോ ദാറ്റ് വാസ് ഇറ്റ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലെത്തി. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. എവറിത്തിങ്, ഇപ്പം നമുക്കിഷ്ടമുള്ള ഫുഡ് കഴിക്കാം, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. മേക്ക് യുവർ സെൽഫ് ഹാപ്പി. ഭയങ്കര നല്ല സ്ഥലം. ഞാൻ ആദ്യമായിട്ടാണ് പേർഷ്യൻ കഫേ വിസിറ്റ് ചെയ്യുന്നത്. ഐ തിങ്ക് നമുക്കവിടെ എന്തെങ്കിലും ഫങ്ഷൻസോ പാർട്ടീസോ ഒക്കെ വരുമ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ ഹാവ് ദാറ്റ് ഹാൾ ഫോർ അവർ സെൽഫ്. സോ ഐ ഹോപ്പ് ഫർദർ മുമ്പോട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ് വരുമ്പോഴോ അതല്ലെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ തന്നെ കൈൻഡ് ഓഫ് സെലിബ്രേഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് അവിടെ വെച്ച് സെലിബ്രേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ. ബൈ.